പൊയ്നാച്ചിയിലെ സരസ്വതി വിദ്യാലയത്തിലും അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ചു. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധവും പരിശീലനവും പ്രദർശനവുമായി നടത്തിയ പരിപാടി കുട്ടികൾക്ക് പുതിയ അനുഭവം പകർന്നു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. ഗ്രാമനഗര ഭേദമന്യേ സംഘടനകളും സ്ഥാപനങ്ങളുമെല്ലാം മുന്നൊരുക്കങ്ങളോടെ നടത്തിയ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തോടൊപ്പം നിന്നുകൊണ്ടാണ് പൊയ്നാച്ചിയിലെ സരസ്വതി വിദ്യാലയവും സമുചിതമായ രീതിയിൽ യോഗാ ദിനം ആചരിച്ചത്. ഭാരതീയ പൈതൃകത്തിന്റെ ഏറ്റവും മഹത്തായ സംഭാവനകളിലൊന്നായ യോഗയുടെ പൊരുളും പ്രാധാന്യവും പകർന്നു നൽകിയും പ്രാഥമിക യോഗാസനങ്ങളുടെ പ്രകടനവും പരിശീലനവുമായി നടത്തിയ ദിനാചരണം കുട്ടികൾക്ക് പുതിയ അറിവും അനുഭവവുമായി മാറി. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിയും തികഞ്ഞ അച്ചടക്കത്തോടെയും ആത്മാർത്ഥതയോടെയുമാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. രക്ഷിതാക്കളുടെ കൂടി പങ്കാളിത്തം ഇവർക്ക് കൂടുതൽ ഉന്മേഷവും ഉത്സാഹവും പകർന്നു. രാവിലെ നടന്ന ചടങ്ങിൽ ദീപപ്രോജ്വലനം നടത്തി ദിനാചരണത്തിന് സമാരംഭം കുറിച്ച യോഗാചാര്യൻ ഭാസ്കർജി പൊന്നാങ്കുന്നിന്റെ മാർഗനിർദ്ദേശത്തിലായിരുന്നു പരിശീലനവും പ്രദർശനവും. ജൂൺ 21 മഹത്തായ ഒരു പ്രത്യേകതയാണ്. അത് നമ്മുടെ ഗ്രഹങ്ങൾ ഉത്തരായനത്തിലേക്ക് കടക്കുന്നതും പിന്നെ പകൽ ദൈർഘ്യം കൂടുതലുള്ള ദിവസമാണ് 21. അതായത് നല്ലൊരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് 2015 ജൂൺ 21 യോഗാ ദിനമായിട്ട് മാറ്റി. അങ്ങനെയാണ് യോഗാ ദിനത്തിന്റെ പറയാനുള്ളത്. വിദ്യാലയ സമിതി പ്രസിഡന്റ് ചന്ദ്രൻ അരയാലിങ്കാലിന്റെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പറഞ്ഞു 2014 മുതൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടൽ വഴി UN അംഗീകരിച്ചുകൊണ്ട് 2014 മുതൽ ജൂൺ 21 തീയതി നമ്മൾ യോഗാ ദിനമായിട്ട് ആചരിക്കുകയാണ്. 2014 UN തീരുമാനം വന്നത്. 2015 മുതലാണ് നമ്മൾ യോഗാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. വിദ്യാലയ സമിതി സെക്രട്ടറി ഹരീഷ് കുമാർ സ്വാഗതവും ട്രഷറർ സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പെരിയ.